ചിലപ്പോൾ 100 വീട് എടുത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വീടുകൾക്ക് മാത്രമേ അതുപോലെ കിട്ടുള്ളൂ. ഹലോ, നമസ്കാരം. കൊച്ചി ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചി ഹോംസിന്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ട് മെയിൻ റോഡിൽ നിന്നും വെറും 700 മീറ്റർ അകത്തേക്ക് മാറിയിട്ട് വാസ്തുപരമായിട്ട് എല്ലാ കാര്യങ്ങളും അനുയോജ്യമായിട്ട് ചെയ്തിട്ടുള്ള 15 സെന്റ് സ്ഥലവും 4500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം അറ്റാച്ച്മെന്റ് ആയി പോകുന്ന ഒരു തരത്തിലുള്ള ഡിസൈനും അതിന്റെ അകത്തുള്ള ഫീലിംഗ് ഉള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് വിൽപ്പനയെക്കാട്ടും ഉപരി നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ കിണറിനെ കുറിച്ചിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കിണർ. നിങ്ങൾക്ക് ഈ കിണറിലുള്ള വെള്ളം എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ കണ്ണീര് പോലെ ഇതിന്റെ തൊട്ടടിയിൽ ഏറ്റവും ലാസ്റ്റ് എന്താന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അത്രയ്ക്ക് തെളിഞ്ഞ നല്ല അടിപൊളി വെള്ളമുള്ള ഒരു കിണർ. ഞാനിപ്പോ നിൽക്കുന്നത് ഇതിന്റെ ഒരു സൈഡിലാണ്, ഏറ്റവും ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇതേപോലെ തന്നെ തൊട്ട് ബാക്കിലും ഉണ്ട്. ഇവിടെ വണ്ടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സ്ലൈഡിംഗ് ഗേറ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ള മുറ്റം കൊടുത്തിട്ടുണ്ട്. കടപ്പ സ്റ്റോണ് വിരിച്ചിട്ടുള്ള വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ, അതായത് മുറ്റം. എത്ര കാർ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. 4-5 കാറുകൾ ഈസിലി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ഭാഗമാണ് നമ്മുടെ ഈ വീടിന്റെ മുറ്റത്തായിട്ടുള്ളത്. ഇതാണ് കാർ പോർച്ച് വന്നിട്ടുള്ളത്. ഇവിടെ ഏകദേശം 2 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ. അതുപോലെ തന്നെ നമുക്ക് 2-3 കാറുകളൊക്കെ ഈസിലി പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു കാരവാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കൊണ്ടുവന്ന് ഇടാനായിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് 15 സെന്റ് സ്ഥലത്ത് 4500 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ്റൂം വീട്. ഫ്രണ്ടിലെ വഴി 5 മീറ്റർ വീതിയുള്ള റോഡും ബാക്കിലെ ഏകദേശം ഒരു 4 മീറ്റർ വീതിയുള്ള റോഡുമായിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത്. സ്വന്തമായിട്ട് താമസിക്കാനായിട്ട് പണിതിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. 4 ബെഡ്റൂമാണ്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നോ. ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. താഴെ 2 ബെഡ്റൂം, ഹാള്, ഡൈനിങ് ഏരിയ, കിച്ചൺ, 2 കിച്ചൺ ഉണ്ട്. മെയിൻ കിച്ചണും അതുപോലെ തന്നെ സെക്കൻഡറി കിച്ചണും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബെഡ്റൂം, ഒരു തിയേറ്റർ, അതേപോലെ തന്നെ ബാൽക്കണി, അതേപോലെ തന്നെ 2 ബാൽക്കണി, ഫ്രണ്ടും ബാക്കും ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തിയേറ്റർ കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല അടിപൊളി ഫെസിലിറ്റി ഉള്ള 6 സീറ്റിന്റെ ഒരു തിയേറ്ററും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ചുറ്റും ഒരുപാട് ഗാർഡൻ ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള സ്പേസിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ ഒരു ഗാർഡൻ ഏരിയ. അതിന്റെ സെന്ററിൽ കൂടെ നമുക്കൊരു വാക്കിംഗ് പാത്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും നമുക്ക് ഗാർഡൻ ചെയ്തിട്ട് വലിയ ഫ്ലവർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ ഏരിയ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ വഴി നേരെ പോകുന്നത് അവിടെ പാഷ്യോയിലേക്കാണ്. അതായത് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിലേക്കാണ് ഈ വഴി നേരെ കൊടുത്തിരിക്കുന്നത്. ഈ നേരെ അറ്റം വരെ നമുക്ക് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് ഇതിന്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല കാറ്റാണ് ലഭിക്കുന്നത്. ഇത് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന കാറ്റ്, ഇനി നിങ്ങളുടെ എന്റെ മുടിയൊക്കെ പറക്കുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല കാറ്റാണ് ഈ സൈഡിൽ നിന്ന് വരുന്നത്. തൊട്ട് മുകളിലെ ഫ്ലോറിക് ഏരിയയിൽ നമുക്ക് ഇത് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നല്ല കാറ്റുള്ള ഏരിയ ആണ് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അകത്തേക്ക് പോവാം. ഈ വീടിന്റെ മെയിൻ ഡോർ വരുന്നത് പെട്ര ഡോറാണ്. അതായത് മെറ്റൽ ഡോർ ഇട്ടാണ് ഇതിന്റെ മെയിൻ ഡോർ പണിതിരിക്കുന്നത്. പക്ക സേഫ് ആയിട്ടുള്ള 3 ലോക്കുള്ള ഡോറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടില്ലേ, ഇത്രയും ലോക്ക് സിസ്റ്റം കൊടുത്തിരിക്കുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെവി ഡോറാണ് മെയിൻ ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത്. ലിവിംഗ് ഏരിയ തന്നെ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോസും ഇതിന്റെ കംപ്ലീറ്റ് വിൻഡോസ് കാര്യങ്ങളെല്ലാം UPVC-യിലാണ് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ടിട്ട് ഹെവി ഗ്ലാസ് ആണ്, പൊട്ടൊന്നുമില്ല. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള UPVC-യുടെ മെറ്റീരിയൽ ഇട്ടിട്ടാണ് ഇതിന്റെ എല്ലാ തരത്തിലുള്ള വിൻഡോസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റ് ഔട്ടിലേക്ക് ഡയറക്റ്റ് എൻട്രൻസ് കിട്ടും. ഈ പറഞ്ഞ വിൻഡോസിൽ നിന്നും നല്ല വെളിച്ചമാണ്. ഇതിന്റെ ലൈറ്റ് ഒന്നും അല്ല, ഈ പുറത്ത് വെളിച്ചമാണ് ഇതിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല വുഡൻ ടച്ചോട് കൂടിയിട്ടുള്ള ഫോൾ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും സെക്കൻഡറി ആയിട്ടുള്ള മെയിൻ ലിവിംഗ് ഏരിയ ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് TV യൂണിറ്റ് ഏരിയയും, ഇവിടെ നമുക്ക് ഒരു വലിയ കുഷ്യനൊക്കെ ഇട്ടിട്ടുള്ള സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെയിൻ ലിവിംഗ് ഏരിയ. ഇവിടെ തന്നെയാണ് നമുക്ക് ഒരു പാഷ്യോയും വരുന്നത്. നമ്മുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് ഒരു ഗാർഡൻ ഏരിയ വരുന്നുണ്ട്. അതിലേക്ക് വരുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാഷ്യോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വാള് മൊത്തത്തിലാണ് നമുക്ക് ഈ ഒരു ഗ്ലാസിന്റെ UPVC ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഇതാണ് TV യൂണിറ്റ് ഏരിയ. അത്യാവശ്യം വലിയൊരു TV യൂണിറ്റ് ഏരിയ ഉണ്ട്. ഇതിന്റെ ഒരു മച്ചുമാരി ചെയ്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് തൊട്ടുമേലേക്കുള്ള സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരൊറ്റ
ഇതിലാണ് ചെയ്തിരിക്കുന്നത്. പൊതുവെ എല്ലാവരും കോൺക്രീറ്റിലാണ് ചെയ്യുന്നത്. ഇത് മെറ്റലിലാണ് ഇതിന്റെ സ്റ്റെയർ ചെയ്തിരിക്കുന്ന വുഡൻ ബ്ലോക്ക് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റെപ്സ് ഒക്കെ പണിതിരിക്കുന്നത്. ഇതൊരു സിംഗിൾ ഫ്രെയിമിലാണ്, നമ്മുടെ ഗ്ലാസോട് കൂടിയിട്ടുള്ള സിംഗിൾ ഫ്രെയിമിലാണ് ഇതിന്റെ സ്റ്റെയർസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ അടിയിലാണ് ഇൻവെർട്ടർ ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വാഷ് ഏരിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ചെറിയ സെപ്പറേഷനോട് കൂടിയിട്ടുള്ള വാഷ് ഏരിയയാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ തുറന്നു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് തന്നെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആണ് എന്റെ ഈ സൈഡിൽ കാണുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെ ഫ്രിഡ്ജിനും അതേപോലെ തന്നെ ബാക്കി എല്ലാത്തിനും സൗകര്യമുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ ഒരു വർക്ക് പോലും പ്ലൈവുഡിൽ ചെയ്തിട്ടില്ല. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മൾട്ടിവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വർക്കുകളാണ്. തൊട്ട് സൈഡിലാണ് നമ്മുടെ സെക്കൻഡറി ആയിട്ടുള്ള കിച്ചൺ വരുന്നത്. ഇവിടെയാണ് പൊതുവെ നമ്മുടെ എല്ലാവരും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സെക്കൻഡറി കിച്ചൺ. ഈ സെക്കൻഡറി കിച്ചണിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാഷ് ഏരിയയിലേക്ക് എൻട്രൻസ് ഉണ്ട്. ഇതും ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് രണ്ട് സൈഡിലും ഹെവി ഡോർസ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ചുറ്റും നമുക്ക് നടക്കാനുള്ള ഓപ്ഷൻ കിട്ടും. അതായത് എങ്ങും ക്ലോസ്ഡ് അല്ല. അതൊരു വാസ്തുയുടെ ഒരു കാര്യമാണ്. നമുക്ക് ഈ ഏരിയ നിങ്ങൾ നടന്നു പോയി കഴിഞ്ഞാൽ വീടിന്റെ ചുറ്റും നടക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയയും ഡൈനിങ് ഏരിയ ആയിട്ട് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് എന്റെ ഈ സൈഡിൽ കാണുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 5.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. എടപ്പള്ളി ലുലു മാളിലേക്ക് 8.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന്. താഴെ ഈ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത്. സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതെല്ലാം വെച്ചാലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള, അത്യാവശ്യമുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. എന്താ നമ്മുടെ ഒരു മനസ്സിന് വല്ലാത്തൊരു കുളിർമ തന്നെയുണ്ട് ഈ ഒരു ബെഡ്റൂമിലേക്ക്. അത്രയ്ക്കും വിശാലതയുണ്ട്. ഈ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള കബോർഡ്സ് ആണ് ഈ സൈഡിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം റൂമിന് ആപ്റ്റായിട്ട് ഒട്ടും സൗകര്യം കളയാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബേ വിൻഡോ സെറ്റപ്പ്. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇത് തുറക്കാം. നല്ല കാറ്റ് അവിടെ നിന്ന് ആസ്വദിക്കുക. ഇവിടെ നല്ല സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം UPVC-യിലാണ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് പുറത്ത് ആംഗ്ലർ ഇട്ടിട്ട് ഈ പറഞ്ഞ വിൻഡോസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിനും 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് 2 വിൻഡോസും ഈ സൈഡ് 1 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം കയറുന്ന ഒരു ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. തൊട്ട് സൈഡിൽ തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വിശാലമായിട്ടുള്ള ബാത്റൂം വരുന്നത്. ഇതിലെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ സെക്കൻഡറി. നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സാധനങ്ങളൊക്കെ നോക്കാനുള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ജാഗോറിന്റെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഇട്ടിട്ടാണ് ഇതിന്റെ എല്ലാ ടോയ്ലറ്റും ഫിറ്റിംഗ്സും ചെയ്തിരിക്കുന്നത്. സ്വിച്ചസിന്റെ കമ്പനി പോളിക്യാബാണ്. ബ്രാൻഡഡ് അല്ലാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. 6x4 വലിയ ടൈൽസ് ഇട്ടിട്ടാണ് ഇതിന്റെ എല്ലാം ഫ്ലോറും മാറ്റും ചെയ്തിരിക്കുന്നത്. അതായത് ഇത്രയും വലിയ ടൈൽ ഇട്ടിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരിക്കലും ഒരു താമസിക്കാൻ എന്നുള്ളതല്ലാതെ വിൽപ്പനയ്ക്കായിട്ട് പണിതിരിക്കുന്ന ഒരു വീടല്ല. നിങ്ങൾക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ തൊട്ട് ബാക്കില് രണ്ടാമത്തെ വഴിയും കാണിച്ചു തരാം. അതായത് 2 വഴിയുണ്ടെന്ന് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. താഴത്തെ ആദ്യത്തെ ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഞാൻ ഈ കയറുന്നത്. ഈ കാണുന്നതാണ് വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂം. ഇതും ഒട്ടും തരക്കേടില്ലാത്ത എന്താ പറയാ സൗകര്യങ്ങൾ ഒട്ടും കുറയ്ക്കാത്ത രീതിയിലുള്ള വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇതിലും നിലവിൽ ലൈറ്റ് എല്ലാം ഇട്ടിട്ട് ഈ ജനലിൽ നിന്നുള്ള വെട്ടം കൊണ്ട് മാത്രമാണ് ഇത്രയും വെളിച്ചം വന്നത്. ഭയങ്കര തരത്തിലുള്ള ലൈറ്റ് ഇതിന്റെ എല്ലാ റൂമിലേക്കും കയറുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ മനോഹരമായിട്ടുള്ള മൾട്ടിവുഡ് കബോർഡാണ് ഇത് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിന്റെ ഒരു പെരുമഴ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രാൻഡഡ് ഈ ഡോർ ആയാലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെയാണ്. എക്സാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡോർസ് ആണ് ഇതിനെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതും നല്ല വിശാലമായിട്ടുള്ള ടോയ്ലറ്റ് ആണ്. ജാഗ്വറിന്റെ ആണ് ഇതും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചുതരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പാർട്ടാണ് ഇത് തൊട്ട് ബാക്കിൽ കാണുന്നത്. ഇതും UPVC-യുടെ ഡോർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ഒന്ന് നിന്നാണ്ടല്ല, ഭയങ്കര പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും. വെറുതെ ഒരു കസേര ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് വന്ന് നിന്നാൽ മതി. ശരിക്കും ഈ ഭാഗം കണ്ട് ഞാൻ ആദ്യം വന്നപ്പോ തന്നെ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ഇത്രയും പ്രൈസിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഞാൻ ആദ്യം ചിന്തിച്ചായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലാക്കി ഇതിന്റെ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പുറ സൈഡാണ്. ഇത് നമുക്ക് ഫ്രണ്ടായിട്ട് യൂസ് ചെയ്യാം. ഈ വരുന്ന റോഡ് മുനിസിപ്പാലിറ്റി റോഡാണ്. തേവക്കൽ മെഡിക്കൽ കോളേജ് റോഡിൽ നിന്ന് വെറും 700 മീറ്റർ മാറിയിട്ട് ആ കയറി വരുന്ന റോഡാണ് ഈ കാണുന്നത്. നമുക്ക് ബാക്കിൽ കൂടെ നമുക്ക് നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്കൊരു കാരവാനോ
അല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വലിയ വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിലി പാർക്ക് ചെയ്യാനായിട്ട് വരും, ഫ്രണ്ടിലും ബാക്കിലായിട്ട്. ഒരു അതിനകത്ത് ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്തിട്ടില്ല. 15 സെന്റ് ഉള്ളതുകൊണ്ട് ഒട്ടും ഇതിനകത്ത് സ്ഥലം കളഞ്ഞിട്ടില്ല. എല്ലാം നല്ല പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർഡൻ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ബെഡ്റൂമിൽ UPVC ഡോർ കൊടുത്തത് കൊണ്ട് തന്നെ അതിന്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഗ്രില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ഗ്രില്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചുറ്റും നടക്കാനുള്ള ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ നിന്ന് വരുന്ന കാടിൽ നിന്നുള്ള വാക്ക് വേ ഇതിലിങ്ങനെ കടത്തിയിട്ട് ഇതിന്റെ ചുറ്റും നടക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഫ്ലഡ് അഫക്ട് ചെയ്യാത്ത ഒരു ഏരിയ ആണ്. 2018 പോലും ഫ്ലഡ് അഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയും കൂടിയിട്ടാണ് നമ്മുടെ ഈ വീടുള്ള. തേവക്കലാണ്. 15 സെന്റ് സ്ഥലം, 4500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമാണ്. ഇതിന് ചോദിക്കുന്ന വില 3,50,00,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും സൈഡിങ് ആയിട്ടുള്ള ഗേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. വലിയ വണ്ടിയായാലും നമുക്ക് കയറി വരാനും പറ്റും, ഇറങ്ങി പോകാനും പറ്റുന്ന രീതിയിലുള്ള വളരെ അടിപൊളിയായിട്ടാണ് ഇതിന്റെ മുറ്റും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ കാണുന്ന ഒരു ഏരിയയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാനുള്ള വാസ്തുപരമായിട്ടുള്ള ഒരു ഏരിയയും കൂടി ആണിത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഗാർഡൻ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ വേണമെന്നുണ്ടെങ്കിൽ പണിയാനായിട്ടുള്ള ഓപ്ഷൻ നിലവിൽ ഈ വീട് കൊടുത്തിട്ടുണ്ട്. വാസ്തുപരമായിട്ട് ആ ഏരിയയിലാണ് അതിനുള്ള സാധ്യതയുള്ളത്. ഇതാണ് ബാക്ക് സൈഡ് ഉള്ളൊരു സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഗാർഡൻ ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ തൊട്ട് സൈഡിൽ നമ്മുടെ കിച്ചണിൽ നിന്ന് വരുന്ന ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഡോർ കൊടുത്തില്ലായിരുന്നു. അവിടെ നേരെ വന്ന് നമുക്ക് ഇവിടെ ഒരു പച്ചക്കറി തോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗാർഡൻ ഏരിയ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് യാതൊരു പ്രശ്നമില്ല. എത്ര വണ്ടി വന്നാലും ഈസിലി കയറാനും ഇറങ്ങാനും പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് ലിവിംഗ് ഏരിയയിൽ കൂടെ നേരെ കയറി കഴിഞ്ഞാൽ സ്റ്റെയറിലേക്ക് പോകാൻ പറ്റും. ഇതിന്റെ സീലിംഗ് ഒക്കെ നോക്കി വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്തുള്ള എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്കൂളുകളാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ വിദ്യോദയ സ്കൂളാണ്. വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടാണ് വിദ്യോദയ സ്കൂളുള്ളത്. കാക്കനാട് ഇൻഫോ പാർക്ക് തൊട്ടടുത്ത് തന്നെ 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് കാക്കനാട് ഇൻഫോ പാർക്ക് ഉള്ളത്. ഇടപ്പള്ളിയിലേക്കാണെന്നുണ്ടെങ്കിൽ വെറും 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ബസ് റൂട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ വെറും 700 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. മെയിൻ റോഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 300 മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ തേവക്കൽ മെഡിക്കൽ കോളേജ് റോഡിലേക്ക് കയറാൻ പറ്റും. ഞാൻ ഈ പോർഷൻ ആദ്യം എടുക്കണം എന്താണെന്ന് അറിയോ, ഞാനിവിടെ ആദ്യം വന്നിട്ട് ഈ വീട്ടില് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ, അതായത് ഏറ്റവും കൂടുതൽ സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ഒരു കസേരയും ഒരു കട്ടൻ ചായക്കട്ടിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ. നിങ്ങൾക്ക് ഇത്ര പൈസ കൊടുത്താലും നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് ഒരു വീട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് ഈ ഏരിയ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പറ്റും. ഈ തൊട്ട് സൈഡിൽ ഒരു ബെഡ്റൂം ആണ്. ഇതാണ് മേളിലെ ബാൽക്കണി വരുന്നത്. അതിന്റെ മേളില് ആംഗ്ലർ ഇട്ടിട്ട് ഓടിട്ടിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത്. തണുപ്പായിരിക്കും, നല്ല കാറ്റ് കയറുന്ന ഒരു ഏരിയ. മേളിൽ 2 ബെഡ്റൂമാണ്. അതിലൊരു ബെഡ്റൂമിന്റെ ഒരു ഓപ്പണിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് ഡയറക്റ്റ് ആയിട്ട് ഈ ബാൽക്കണിയിലേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലെല്ലാം UPVC വെച്ചിട്ടാണ് ചെയ്തത്. ബ്രാൻഡഡ് UPVC ഉണ്ട്. കുറഞ്ഞ സാധനം വെച്ചിട്ടൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഞാൻ ആദ്യം കയറുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇത്രയും വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ AC ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഈ ജനലങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ അന്യായ കാറ്റാണ്. അത്രയും സെറ്റപ്പാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോയുടെ അപ്പുറത്തായിട്ട് ബേ വിൻഡോ താഴത്തെ ഒരു ബെഡ്റൂമിൽ, മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. മേളത്തെ ബെഡ്റൂമിലും ഇതേപോലെ തന്നെ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമാധാനപരമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുന്ന, ജനലം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റ്, തണുത്ത കാറ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ബേ വിൻഡോ എന്ന് പറഞ്ഞാല്. അതേപോലെ തന്നെ മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ ഇതിന്റെ കബോർഡാണ്. വളരെ മനോഹരമായി നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന കബോർഡ്. ഒരുപാട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ കബോർഡിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കിങ് സൈസിൽ ചെയ്തിരിക്കുന്ന ബെഡ് കോട്ടാണ് ഈ കാണുന്നത്. 2 ബെഡ് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഡ്രസ്സിംഗ് ഏരിയ, അതിലും ഒരുപാട് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വളരെ വിശാലമായിട്ടുള്ള ജാഗ്വറിന്റെ മെറ്റീരിയൽസ് പണിതിട്ടുള്ള ഫിറ്റിംഗ്സ് വെച്ച് ചെയ്തിട്ടുള്ള ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. മുകളിലത്തെ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ ബാൽക്കണിയിലേക്ക് എൻട്രൻസ് കൊടുത്തെന്ന് പറഞ്ഞിട്ടുള്ള ബെഡ്റൂം വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ബെഡ്റൂമും
നല്ല സിമ്പിൾ ഡിസൈൻ. ആൻഡ് ഇത് ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബേ വിൻഡോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തുറന്ന് നല്ല കാറ്റാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് ഒന്നും ഇടാതെ തന്നെ നല്ല വെളിച്ചുള്ള ഏരിയ. ഞാൻ ഈ വെളിച്ചത്തിന്റെ എന്താ പറയണെന്ന് വെച്ചാൽ നമ്മളതൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്കൊരു വിൽപ്പനയ്ക്ക് വളർന്നിട്ടുള്ള ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അല്ല. 100% ഞാൻ പറയാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തം ഒരു നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ട് പണിതിട്ടുള്ള ഒരു വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം ഈ വീട്ടിലേക്ക് വന്നാൽ മതി. അങ്ങനെയുള്ള ഒരു വീടാണ്. ഗ്യാരണ്ടി വീടാണ്, 100% ഗ്യാരണ്ടി വീടാണ്. കോളത്തിലാണ് ഇതെല്ലാം പണിതിരിക്കുന്നത്. എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നല്ല മെറ്റീരിയലാണ്. എല്ലാ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് സൈഡിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം പറഞ്ഞിട്ടുള്ളത്. ഡോർസ് എല്ലാം നല്ല ബ്രാൻഡഡ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഹൈലൈറ്റ് പോയിന്റ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. 6 സീറ്ററിന്റെ ഒരു ഹോം തിയേറ്റർ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ആ ഹോം തിയേറ്റർ വരുന്നത്. ഇതിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ AC കൊടുത്തിട്ടുണ്ട്, സൗണ്ട് പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 6 സീറ്റർ റിക്ലൈനറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഹോം തിയേറ്റർ സെറ്റപ്പാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. എല്ലാം ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഇട്ടിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് റിലാക്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സിനിമ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട് പർച്ചേസ് ചെയ്തോളൂ. ഇതാണ് ഈ വീട്ടിലെ തിയേറ്റർ റൂം വരുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് സെറ്റപ്പോട് കൂടിയിട്ടാണ്. പിന്നെ ഇതിലൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ബാൽക്കണിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമുക്ക് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്മോക്ക് ചെയ്യാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ 2 ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു, ഞാനതൊന്നും പ്രൊമോട്ട് ചെയ്യണില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറയണതാണ്. സ്മോക്ക് ചെയ്യാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് പറ്റും ഇന്റർവെൽ ടൈമിൽ. അപ്പൊ ഇതാണ് ഈ വീടിന്റെ തിയേറ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ. വളരെ നല്ല ഡീസെന്റ് ആയിട്ട് സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കും. കൺജസ്റ്റഡ് അല്ലോട്ടും നമുക്ക് ചുറ്റും നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ വാറന്റിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിന്റെ ഓണറായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് തിയേറ്റർ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള വെച്ചാൽ ഏറ്റവും ഹൈലൈറ്റ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ കിണർ എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായിട്ട് തെളിഞ്ഞ വെള്ളം കിട്ടുന്ന ഒരു വീട് ചിലപ്പോൾ 100 വീട് എടുത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വീടുകൾക്ക് മാത്രമേ അതുപോലെ കിട്ടുള്ളൂ. അത് ഗ്യാരണ്ടി ആയിട്ട് പറയാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഒരു എന്താ പറയാ ബാൽക്കണിയാണ് നമ്മൾ അടുത്ത് കാണിക്കുന്നത്. ഇതാണ് അതിന്റെ ഫ്രണ്ടിലുള്ള ബാൽക്കണി എന്ന് പറഞ്ഞത്. ഇത് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ നടക്കുന്നത്. തൊട്ട് സൈഡിലാണ് ഇതിന്റെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലേക്കുള്ള സ്റ്റെയർ ഇതിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിൽ തേവക്കൽ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 700 മീറ്റർ അകത്തേക്ക് മാറിയിട്ട് 15 സെന്റ് സ്ഥലമുണ്ട്. 15 സെന്റ് സ്ഥലം, 2 സൈഡ് റോഡ്, അതായത് ഫ്രണ്ടിൽ കൂടെ 5 മീറ്റർ വീതിയുള്ള ഇന്റർലോക്ക് ഒക്കെ വിരിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വഴിയും, അതേപോലെ തന്നെ ബാക്ക് സൈഡ് ഏകദേശം 3.5-4 മീറ്റർ വീതിയുള്ള ഒരു റോഡും, അങ്ങനെ 2 റോഡുകൾ കണക്ട് ചെയ്തിട്ടുള്ള 15 സെന്റ് പ്ലോട്ട്. നല്ല ഹൈറ്റിൽ വെള്ളം കയറാത്ത, ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയ ആണ് നമ്മുടെ ഈ വീട് പണിതിട്ടുള്ളത്. 15 സെന്റ് സ്ഥലമുണ്ട്. 4500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്. താഴെ 2 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂം പ്ലസ് ഒരു തിയേറ്റർ റൂം സെറ്റ് ചെയ്തിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന വില 3,50,00,000 രൂപയാണ്. ബ്രാൻഡഡ് വീടാണ്, യൂസ്ഡ് വീടൊന്നുമല്ല കേട്ടോ, ബ്രാൻഡഡ് വീടാണ്. ഇവിടെ സ്ഥലത്തിന്റെയും അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു പ്രൈസ് ആണ്. 3.5 കോടി രൂപയാണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസും ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ID കൂട്ടി നിങ്ങൾ വിളിച്ചു പറയുക. അതായത് പ്രോപ്പർട്ടിയുടെ ഇൻഫർമേഷൻസ് ഒക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന 4 ഡിജിറ്റ് നമ്പറും അതേപോലെ തന്നെ കൂട്ടി വിളിച്ച് പറഞ്ഞാലാണ് പെട്ടെന്ന് പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ടോക്കൺ ചെയ്തത് മുതൽ രജിസ്ട്രേഷൻ വരെയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. അപ്പോ ഒരു അൾട്രാ പ്രീമിയം ലക്ഷറി വീട്, സമാധാനമുള്ള അന്തരീക്ഷത്തിൽ, സമാധാനമുള്ള ഒരു സ്ഥലത്ത് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും കിട്ടുന്നു. അതായത് എറണാകുളം ജില്ലയുടെ തിരക്കിൽ നിന്ന് മാറി എന്നാൽ എറണാകുളം ജില്ലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു 5 കിലോമീറ്റർ 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും കിട്ടുന്ന ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതേപോലെയുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് നമുക്ക് കാണാം. ബൈ. കൂടുതൽ അറിയുവാൻ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. കൊച്ചി ഹോംസിന്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിനം പ്രതി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീടാവും നിങ്ങളുടെ സ്വന്തമാകുന്ന ആ വീട്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി.